പ്രിയപ്പെട്ടവർ, നമ്മൾ ഇവിടെ നിന്ന് ഗ്രാജുവേഷൻ വേദിയിലേക്ക് പ്രൊസഷനായി പോവുകയാണ് ചെയ്യുക. ഇതിൻ്റെ പ്രാരംഭം ആദരണീയനായ questioned by students, not part of the country, but examination conducted by Government of India became utter failure. Because of this, student community is actually unitedly working against the government, in the parliament as well as outside the parliament. Here, our beloved principal is taking much initiative in this, in leading you in the progressive lives. I wish all progress and help to this matter. Is a postgraduate, not only postgraduate, doctorate holder, he has been taking much progressive measures in the development of this country. I again respect and I offer my respect and regards to the principal who is continuing to work in the Lakkad Men's College, is establishing good library, good setup and good activities. 100% result is one of the best presentation by Made in the College. All this are going to നമുക്കറിയാം കുട്ടികൾ ജസ്റ്റ് ഒന്ന് പാസ്സായപ്പോൾ മാത്രമല്ല, ജസ്റ്റ് അവർക്ക് വൈകാട്ടം പഠിപ്പിക്കൽ മാത്രമല്ല, അവർ കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, അതിപ്പം അവർക്ക് പ്രോബ്ലം വരുമ്പോൾ ആയിക്കോട്ടെ, അവർക്ക് അക്കാഡമിക് ആയിക്കോട്ടെ നോൺ അക്കാഡമിക് ആയിക്കോട്ടെ, കൃത്യമായിട്ട് വൈകാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമുക്ക് ആവശ്യമാണ്. നല്ല ക്വാളിഫൈഡ് മാത്രം പോരാ, കുട്ടികളെ മനസ്സിലാക്കി അവരെ കൂടെ നിൽക്കുന്ന അധ്യാപകർ നമുക്ക് ആവശ്യമാണ്. സോ ഈ ഒരു കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുത്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു കുട്ടി എൻ്റെ ഒരു ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷന്മാരായിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അപ്പം കുട്ടിക്കാലം തൊട്ടിട്ട് 10ാം ക്ലാസ്, +2, ഡിഗ്രി ക്വാളിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ എത്രത്തോളം ഓരോ മാതാപിതാക്കളും സന്തോഷന്മാരായിരിക്കും നമുക്കറിയാം. അപ്പോൾ അവരുടെ ആത്മസമർപ്പണത്തെയും അവരുടെ ഡെഡിക്കേഷനെയും എല്ലാം ഞങ്ങൾ എന്ത് ചെയ്യുന്നു,
സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. മാതാപിതാ അവർ ഞങ്ങളോട് സംസാരിച്ചത് ഒരു പൂവിൻ്റെ സുഗന്ധം പോലെ. ഇതിവിടെ എടുത്തു പറയാൻ എന്താണ് കാരണം? ഈ ബാച്ച് വരുന്നത് വരെ ഇവിടെ വനിതാ കോളേജായി കുറഞ്ഞ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥാപനമായിരുന്നു ഇത്. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് സഖാഫത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന പേരിൽ ഒരുപാട് കുട്ടികൾ, ഏതാണ്ട് 120ഓളം പേർ ഇവിടെ ജോയിൻ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂവിൻ്റെ സുഗന്ധവുമായിട്ടായിരുന്നു. അവരാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ബിരുദം വാങ്ങി പുറത്തു പോകുന്നത്. അവരിൽ പലരും പഠിക്കുമ്പോൾ തന്നെ തൊഴിലെടുത്തിരുന്നു. അവരിൽ പലരും പഠനത്തോടൊപ്പം തങ്ങളുടെ കുടുംബത്തിൻ്റെയും തങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്. ഞങ്ങൾക്ക് അകൈതവമായ കടപ്പാടുണ്ട്. അവർ പഠനത്തിൽ കാണിച്ച മികവിനോട് മാത്രമല്ല, അവർ ജീവിതത്തോട് കാണിച്ച മികവിനോടും ഞങ്ങൾക്ക് അഗാധമായ കടപ്പാടുണ്ട്, സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 111 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 110 പേരും വിജയത്തിന്റെ പടികൾ കയറിപ്പോയി. സത്യത്തിൽ ഞങ്ങളുടെ കോളേജിനെ സർവജ്ഞപീഠം കയറ്റിയത് ശങ്കരാചാര്യ സർവജ്ഞപീഠം കയറിയെന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ കോളേജിനെ സർവജ്ഞപീഠം കയറ്റിയ ആ 110 വിദ്യാർത്ഥികളുടെ പ്രതിനിധികളാണ് ഇവിടെയുള്ളവർ. നിങ്ങളെ ഞങ്ങൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ഈ ബിരുദദാന സമർപ്പണ ചടങ്ങിന് ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ കെ മഷൂർ. എൻ്റെ പേരിന്റെ പുറകിലും വിശിഷ്ടാതിഥിയുടെ പേരിന്റെ പുറകിലും കെ ഉള്ളത് സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കി കാണും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. എൻ്റെ ജ്യേഷ്ഠൻ റിട്ടയർഡ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ സംസ്ഥാന ജോയിന്റ് ഡയറക്ടറായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഡോക്ടർ മഷൂർ. ബോംബെയിലെ പ്രസിദ്ധമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ കോളേജിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ SCRTയുടെ ഡയറക്ടറായി ചുമതലയേറ്റിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് നിലയ്ക്കും അനുയോജ്യനായൊരു ഗസ്റ്റിനെയാണ് നിങ്ങൾക്ക് ബിരുദം സമ്മാനിക്കാൻ വേണ്ടി കെട്ടിയിട്ടുള്ളത്. ഞാൻ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം സമയം നമ്മുടെ പിടുത്തത്തിൽ നിന്ന് അപ്പുറം കടന്നുപോയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, വിശേഷിച്ച് ഈ കുട്ടികളുടെ ബിരുദദാന ചടങ്ങ് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അവരുടെ രക്ഷിതാക്കൾക്കും ഞാൻ അഭിവാദ്യങ്ങൾ നേരുന്നു. എല്ലാവർക്കും മികച്ച ഒരു ജീവിതം. പരീക്ഷയിൽ ജയിക്കുന്നതല്ല പ്രധാനം, ജീവിതത്തിൽ ജയിക്കുന്നതാണ് എന്ന് നിങ്ങളോട് പലവട്ടം നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയിൽ തോറ്റുപോയാലും ജീവിതത്തിൽ വിജയിക്കണം. അപ്പൊ ജീവിത വിജയം കൈവരിക്കാൻ നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മികച്ച തൊഴിലും മികച്ച കുടുംബമൊക്കെയായി മികച്ച സന്താനങ്ങളൊക്കെയായി നല്ല നിലയിൽ രാജ്യത്തെ ഉത്തമ പൗരന്മാരായി മാറാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം ഓർക്കുന്നു എന്ന് പറയുമ്പോഴും കാലം ഒരുപാട് മാറി, ജനറേഷൻ മാറി. ഇപ്പോൾ പുതിയ ടേമുകൾ തന്നെയാണ് ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാഴ്ചപ്പാടുകളും ജീവിതത്തോടും എല്ലാത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ മാറി. അപ്പോൾ ഒരു പുതിയ ജനറേഷനാണ് മുന്നിലിരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ മാറ്റം വളരെ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലും സ്പീഡിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്റർനെറ്റും ഇമെയിലൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. 2000 തുടക്കത്തിൽ ഇന്റർനെറ്റും ഇമെയിലും അതേപോലെ മൊബൈൽ ഫോൺ തുടങ്ങിയ ടെക്നോളജികൾ വരുന്ന കാലത്താണ്.
അത് തന്നെ വലിയൊരു മാറ്റമായിരുന്നു. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളും നമ്മുടെയൊക്കെ ജീവിത രീതികളും ഒക്കെ വലിയ രീതിയിൽ മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷെ ഇന്ന് അതിനേക്കാളൊക്കെ സോഷ്യൽ മീഡിയയും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജികളും ഒക്കെ മാറി എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണും അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ മാറി വരുന്ന ലോകത്തിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു മേജർ കൺസേൺ ആയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ മേജർ കൺസേൺ ആയിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം, കുട്ടികൾ ഡിഗ്രി കോഴ്സുകളൊന്നും ചൂസ് ചെയ്യുന്നില്ല. പല കോളേജുകളിലും സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കുട്ടികൾക്ക് ഡിഗ്രി ഒന്നും പഠിക്കാനുള്ള താല്പര്യമില്ല. അവർക്ക് വേറെ പല പുതിയ കോഴ്സുകളിലേക്കൊക്കെയാണ് താല്പര്യം. അപ്പോൾ പല സീറ്റുകൾ അതൊരു പ്രതിസന്ധിയായി തന്നെ രാഷ്ട്രത്തിന് മുന്നിൽ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നു. അപ്പോൾ അത് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം കുട്ടികൾക്ക് മാത്രമല്ല, അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പഠിക്കുന്ന കോഴ്സുകളൊക്കെ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. ലോകം മാറുന്നതിനനുസരിച്ചിട്ട് കോഴ്സുകൾ മാറുന്നില്ല, പഠന രീതികൾ മാറുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ വളരെ മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകളല്ല എന്നാണ് ഒരു വിദ്യാർത്ഥി പക്ഷം. അതിൽ ചില വസ്തുതകൾ ഉണ്ട് താനും. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ വളരെ ഗഹനത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ മുസ്തഫ സാർ പറഞ്ഞതുപോലെ പരീക്ഷയിൽ തോറ്റാലും ജീവിതത്തിൽ വിജയിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ആ ഡിഗ്രി വെച്ചിട്ട് ഒരു ജോലി എന്നൊക്കെയുള്ള ഒരു കൺവെൻഷനൽ രീതിയിൽ നിന്ന് മാറി നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു റിക്വയർമെന്റ് എന്നതിലുപരി നമ്മുടെ ഒരു ബേസിക്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഇംപ്രൂവ്മെന്റിന് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് വേണ്ടി, വ്യക്തിത്വത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നോളജും ടെക്നോളജിയും ഒക്കെ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ ഏതേത് മേഖലയിലായിക്കൊള്ളട്ടെ നമ്മൾക്ക് സമൂഹത്തിലൊരു അഭിമാനകരമായ നിലയിൽ ഇടപെടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജോലി ഏതുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ പലരും എൻ്റെ പാറാട്ട് ആ ഒരു സാമൂഹിക പശ്ചാത്തലം തന്നെയാണ് ഏറെക്കുറെ ഉമ്മത്തൂരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അതിലൊക്കെ പാറാടൊക്കെയുള്ള ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഗൾഫ് മേഖലകളിലൊക്കെ ജോലി അന്വേഷിച്ചും അങ്ങനെയൊക്കെ പോകുന്ന ഇതിലാണ്. ഇപ്പൊ ഏത് മേഖല തന്നെയായാലും വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി കൂടിയിട്ടേ ഉള്ളൂ. പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ നമ്മൾ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ചില സ്കില്ലുകൾ, ചില ആറ്റിറ്റ്യൂഡുകൾ, ചില പെർസ്പെക്റ്റീവുകൾ, അത്യാവശ്യം നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അത് മലയാളമാകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, ഹിന്ദി ആകട്ടെ തുടങ്ങിയ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയുടെയും ചാലഞ്ചസിന്റെയും ഏറ്റവും സെന്ററിൽ നിൽക്കുന്ന ഒരു ജനറേഷനാണ് നിങ്ങൾ. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ കാണാം? ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഗ്ലാസ്സിൽ ഒരു പകുതി വെള്ളമുണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഒന്ന് അതിൽ ഹാഫ് ഫുള്ളാണ് എന്നുള്ള ഒരു പോസിറ്റീവ് പെർസ്പെക്റ്റീവിൽ കാണാം, അല്ലെങ്കിൽ അത് ഹാഫ് എംപ്റ്റി ആണ് എന്നുള്ള ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവിൽ കാണാം. അപ്പൊ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സോഷ്യൽ റിയാലിറ്റിയെ നമുക്ക് പോസിറ്റീവായിട്ടും കാണാം, നമ്മൾക്ക് അതിന്റെ ചാലഞ്ചസിനെ അതിന്റെ പ്രശ്നവശമായിട്ടും കാണാം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ ഈ നമ്മൾക്ക് സംജാതമായിരിക്കുന്ന സൗകര്യങ്ങളെ നിങ്ങൾ പോസിറ്റീവായി എടുത്തുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ വ്യക്തിത്വ വികാസനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾ
മുന്നേറാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കുള്ള എക്സലൻസ് അത് പെർസ്യൂ ചെയ്യണമെന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അത് ഏത് മേഖലയായിക്കൊള്ളട്ടെ, പരമ്പരാഗതമായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണുന്ന ആ രീതി മാറി ഇതൊരു ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിയിൽ പഠിക്കുന്ന സിലബസ് അത് വെച്ച് ഒരു ജോലി എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് പകരം ഏത് മേഖലയായിക്കൊള്ളട്ടെ ആ മേഖലയിൽ എക്സൽ ചെയ്യാനുള്ള ഒരു അടിസ്ഥാന നമ്മുടെ വ്യക്തിത്വ വികാസത്തിനുള്ള ഉപാധിയാണ് വിദ്യാഭ്യാസം എന്നുള്ള മേഖലയിൽ. നമ്മൾ ശരാശരി നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബിസിനസ്, ഇപ്പോൾ ഖത്തറിലോ ദുബൈയിലോ സൂപ്പർ മാർക്കറ്റ് അതൊക്കെ ആയിരിക്കും ഒരു നമ്മുടെ ഒരു സാമൂഹിക പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ. അവിടെ തന്നെ നോക്കുമ്പോൾ അവിടെയുള്ള പേയ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിംഗ്, നിങ്ങളുടെ സ്ഥാപനത്തെ മാർക്കറ്റ് ചെയ്യുന്ന ഇതിലൊക്കെ നമ്മളുടെ ഈ മാറി വരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി എന്നിരുന്നാലും ആ ബിസിനസ് പോലും നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പം ഏത് മേഖലയായിക്കൊള്ളട്ടെ, നിങ്ങൾ ഐ am wishing you all the best for your excellence in whatever pursuit like you may be looking forward to and aspiring to. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിദ്യാർത്ഥി ജീവിതത്തിലെ ഒരു ഘട്ടത്തിൻ്റെ ഒരു സായാഹ്നമാണിതെങ്കിലും അതൊരു പുതിയൊരു പ്രഭാതത്തിൻ്റെ തുടക്കം കൂടിയാണ്. അപ്പോൾ അതിനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. May I invite Mohammad Fadil M, BBA.
ഏറ്റവും നല്ലൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഇവിടെ സഖാഫത്തിൽ സിയാസ് കോളേജിൽ 3 വർഷം പഠിച്ചു. എല്ലാവരും നല്ല മാർക്കോടുകൂടെ പാസ്സായി. അതിൻ്റെ ഇവാക്വേഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്നാൽ ഇനിയും ധാരാളം വിദ്യാർത്ഥികളിവിടെ പഠിച്ചു വരുന്നുണ്ട്, തുടർന്നും അതുണ്ടാകും. എന്നാൽ ഏറ്റവും നല്ല നിലയിൽ 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനായത് ഈ സഖാഫത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ തുടർന്നും ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഇന്ന് തന്നെ തുടങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സഖാഫത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ്. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥി KK മഷൂർ സാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, അധ്യാപകർ, ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ അഭിമാനപൂർവമായ ഈ വേളയിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായി നമ്മുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചും ആധുനിക വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത സാറിനെ ഈ കോളേജിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബിരുദം സ്വീകരിച്ച വിദ്യാർത്ഥികളുടെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്തര, ബംഗ, വിന്ധ്യ, ഹിമാലയ